മനസ്സല സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമങ്ങളായിടാവൂ ഞങ്ങൾ ഭാരതത്തിൻ വാദിയിൽ. അഗാധ നീലവാനമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്ക നിത്യതേ നിതാന്ത വത്സരോത്സുകം നിതാന്ത വത്സരോത്സുകം നിതാന്ത വത്സരോത്സുകം. നമ്മുടെ ബാങ്കിനോടൊപ്പം നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ബാങ്കിന്റെ സഹകാരികളെ എനിക്ക് ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത്. ഇത്രയും കാലയളവിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ സഹകാരികളെ ഞാൻ ഈ അവസരത്തിൽ ബാങ്കിന്റെ ഭരണസമിതിയും അതോടൊപ്പം തന്നെ ജീവനക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപക പ്രസിഡന്റിനെ പറ്റി അദ്ദേഹം ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ ആയിരുന്നു. കാരണം ഞാൻ ഇന്ന് മിക്ക കാര്യങ്ങളും ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് പണ്ട് എനിക്ക് അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്ത് കാര്യം ചോദിച്ചാലും ഓൺ ദി സ്പോട്ട്, ഇൻക്ലൂഡിങ് ഡേറ്റ്സിൽ അദ്ദേഹം വളരെ പ്രാവീണ്യം ഉള്ള ആളായിരുന്നു. എല്ലാം പണ്ടത്തെ കാലഘട്ടത്തെ പോലെ എല്ലാം ഡേറ്റ്സ് ആയിട്ട് കൊണോട്ട് ചെയ്ത് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അതൊരു തീരാ നഷ്ടമാണ്. കാരണം ഇപ്പൊ ഞാൻ ഗൂഗിളിൽ ആശ്രയിച്ചാണ് കൂടുതൽ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അവസരത്തില് നമ്മുടെ പേരൂരിലെ കുട്ടികൾക്ക് ആദരവ് അദ്ദേഹത്തിന്റെ പേരിൽ നൽകാൻ കഴിയുന്നത് ഞാൻ ഒരു ആദരവായിട്ട് നോക്കി കാണുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ മരിക്കുന്ന കാലയളവ് വരെ തന്നെ നല്ലൊരു ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയും. കാരണം എല്ലാ വിഷയങ്ങളും എടുക്കുമ്പോൾ അത് നല്ല പഠിച്ച് മനസ്സിലാക്കി സമയം കണ്ടെത്തി നല്ല റിസർച്ച് നടത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത്. കാലയളവ് വരെ അദ്ദേഹം ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ നന്ദിയും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നും തന്നെ ആരംഭിക്കുന്നതിന് മുമ്പ് അത്തരം ഒരു മാതൃകാപരമായ പ്രവർത്തനം പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധി ഇതെല്ലാം അത് തെളിയിക്കുന്ന ഉദാഹരണങ്ങളാണ്. എനിക്ക് KSUവിന്റെ ഒരു സാധാരണ പ്രവർത്തകനായി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ ഞാൻ പ്രവർത്തിക്കുന്ന കാലം മുതൽ തമ്പാൻജിയുമായി അടുപ്പമുണ്ട്. അന്നൊന്നും തമ്പാൻജി വളരെ ഉയരത്തിൽ നിൽക്കുന്ന വലിയ നേതാവാണ്. നമ്മളൊക്കെ കോളേജിലെ ഒരു സാധാരണ KSU പ്രവർത്തകനാണ്. നമ്മുടെ എല്ലാ നേതാക്കന്മാരും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന വലിയ നേതാവാണ് ശ്രീ പ്രതാപവർമ്മ തമ്പാൻ. അദ്ദേഹം KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പിന്നീട് KC വേണുഗോപാലിന്റെ ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പിന്നീട് അദ്ദേഹം ചവറയിൽ നിന്നും മത്സരിച്ചു, ചാത്തന്നൂരിൽ നിന്നും വിജയിച്ചു, MLA ആയി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി, വീണ്ടും KPCCയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി വളരെ സജീവമായി നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഒടുവിൽ പങ്കെടുത്ത പരിപാടികളിലൊന്നും നമ്മുടെ കൊറ്റങ്കര പഞ്ചായത്തിന്റെ മുമ്പിൽ നമ്മൾ നടത്തിയ പഞ്ചായത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ്. കൊറ്റങ്കരയിൽ തന്നെ അദ്ദേഹം വന്നു എന്നുള്ളതാണ് അതിന്. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് വെച്ചിട്ട് ഇവിടുത്തെ മുതിർന്ന ആളുകളെല്ലാം കൂടി ആദരിക്കുന്നത് അവിടെ വെച്ചായിരുന്നു ആ ചടങ്ങ്. അന്ന് വളരെ വിശദമായി അദ്ദേഹം പ്രസംഗിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ എല്ലാം ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. എന്നോട് ഞാനൊരു KSUകാരനായിരുന്ന കാലം മുതൽ തികഞ്ഞ വാത്സല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയേക്കും എന്ന് മറ്റാളുകൾക്ക് അറിയാമായിരുന്നെങ്കിലും അവരൊന്നും പറഞ്ഞില്ല. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞില്ല, ചേട്ടൻ പറഞ്ഞില്ല, PT പറഞ്ഞില്ല. പക്ഷേ അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ഞാൻ MLA ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അന്ന് ചാത്തന്നൂർ MLA ആണ്. MLA ഹോസ്റ്റലിൽ വെച്ച് കണ്ടപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആലോചന പാർട്ടിക്കകത്തുണ്ട്, ആകാൻ ഒരു സാധ്യതയുണ്ട് എന്ന് എന്നോട് ആദ്യമായി പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയായി. കുറച്ച് 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും
ഞാൻ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്. കല്ലുവാതുക്കൽ മദ്യദുരന്തമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ ചടുലമായ സംഘടനാപരമായ നേതൃത്വം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വിഷയത്തെ കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. വരുത്തുകയും ചെയ്ത ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ SP ഓഫീസ് മാർച്ചിലാണ് അന്നത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഇപ്പോഴത്തെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ KC വേണുഗോപാലിനും അടക്കം ലാത്തിചാർജിൽ പരിക്ക് പറ്റുന്നു. പോലീസ് DCC ഓഫീസിനകത്ത് കയറി DCC അകത്ത് ഉള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും ലാത്തിചാർജ് നടത്തുന്നു. ആ വിഷയം 2001 തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക്, UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് കൊല്ലം SN കോളേജിൽ SFI നടത്തിയ അതിക്രമവും മാറ്റിയെടുക്കാൻ തമ്പാൻജിയുടെ സംഘടനാപരമായ നേതൃത്വത്തിന് കഴിഞ്ഞു. അപ്പൊ ആ നിലയിലൊക്കെ നിയമസഭയിലെ നല്ല നിയമസഭാ സാമാജികനായിരുന്നു. അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങളെല്ലാം വളരെ ഈടുറ്റതായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇച്ഛാശക്തിയോടുകൂടി നേരിട്ടത് എന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. പ്രസ് ക്ലബിൽ ഒരു പുസ്തക പ്രകാശനത്തിന്റെ സമയമാണ്. ഇവിടെയും ഞാൻ വൈകിയാണ് വന്നത്. കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്, മറ്റ് ചടങ്ങുകളുണ്ട്. പക്ഷെ തമ്പാൻജിയെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം ഓർമ്മകൾ, അനുഭവങ്ങൾ അദ്ദേഹത്തെ പറ്റിയുള്ളത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടമുറിയാതെ കടന്നു വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ധന്യ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഈ ബാങ്ക് അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവുമായിരുന്നു. ഈ ബാങ്കിനെ സംരക്ഷിച്ച് നിക്ഷേപകർക്ക് എല്ലാവിധമായ വിശ്വാസവും നൽകി മുന്നോട്ട് പോകാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാവരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി.